ജീവിതം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഫാഷൻ ഷോ, അതൊരു നല്ല തീമുള്ള ഒരു ഫാഷൻ ഷോ കാണുന്നത്. അതിനായി എല്ലാവരും ഒരു നല്ല കൈയ്യടി വിളിച്ച് തന്നെ നമുക്ക് അവരെ യാത്രയാക്കാം. ഇതിൻ്റെ അവർ കൺവേ ചെയ്യാൻ ശ്രമിച്ച മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? സോ ദ തീം വാസ് ശാന്തി. സോ the theme was how to bring peace back into this world. അതിനെക്കുറിച്ചായിരുന്നു ഫാഷൻ ഷോ. റിയലി നൈസ് എഫേർട്ട്. ഇതുപോലത്തെ വെറൈറ്റി പ്രോഗ്രാംസ് അടുത്ത വർഷവും നിങ്ങളെല്ലാം ചെയ്യണം. ഇതിനേക്കാളും നല്ലപോലെ പ്രോഗ്രാംസ് ചെയ്യണം. എങ്കിലേ ഇവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആവും. പിന്നെ വേറെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? അനീഷ് എന്തുകൊണ്ടാണ് ഈ വർഷം MC ആകാനൊരു കാരണം? ഈ വർഷം ഞാൻ എന്തുകൊണ്ടാണ് MC ആവാൻ കാരണം എന്നുള്ളതിൻ്റെ കഥ പറയണമെങ്കിൽ ആക്ച്വലി ഒരു കഥയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു റൗണ്ട് വലിയ കൂവൽ കിട്ടിയിട്ടിരിക്കുക. ഇവർക്ക് എൻ്റെ കഥ കേൾക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. കല്യാണം കഴിച്ചാണോ? അതെ. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള എൻ്റെ ആൻസർ പറഞ്ഞില്ല. കഥയാണെങ്കിൽ കഥ പറയണോ? കഥ പറഞ്ഞോളൂ. കഥ വേണം. കാരണം നമ്മൾ ഇതുവരെ ഒരു കഥയും കേട്ടിട്ടില്ല. ഈ ഓണപരിപാടിയിലെല്ലാം പാട്ട് കേട്ടു, വാർത്ത കേട്ടു, ഡാൻസ് കളിയൊക്കെ കണ്ടു, പക്ഷെ കഥ മാത്രം കേട്ടില്ല. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് അനീഷിന്റെ എങ്കിലും കഥ ഇത് കേൾക്കണം. എങ്കിലൊരു കഥ പറഞ്ഞോളെ. ഇത് ഒരു വള്ളക്കാരൻ ബാപ്പയുടെ കഥയാണ്. കേരളത്തിൽ പണ്ട് കുട്ടികൾ ശ്രദ്ധിച്ചു കേട്ടാലേ കഥ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. കേരളത്തിൽ പണ്ട് ഒരു വള്ളക്കാരൻ ബാപ്പയുണ്ടായിരുന്നു. പുള്ളി സാധാരണ വള്ളക്കാർ ചെയ്യുന്ന പോലെ പുള്ളി കടക്കുകയായിരുന്നു. ആളുകളെ ഒരു നദിയുടെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് കൊണ്ടുവിടും. എല്ലാ ദിവസവും കൊണ്ടുവിടുമ്പോൾ പുള്ളി ഒരു 4 അടി മാറ്റിയേ വള്ളം നിർത്തത്തുള്ളൂ. എല്ലാവർക്കും വെള്ളം നനയാതെ കരയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് വെള്ളം നനയാതെ ആർക്കും പോകാൻ പറ്റത്തില്ല. പുള്ളിയുടെ കടത്ത് കിടക്കുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം അങ്ങോട്ട് ചോദിച്ചു, കുറച്ചുകൂടെ അടുപ്പിച്ച് നിർത്തുമോ എങ്കിൽ ഞങ്ങൾക്ക് വെള്ളം നനയാതെ പോകാമായിരുന്നല്ലോ. പക്ഷേ വള്ളക്കാരൻ പറഞ്ഞു, എൻ്റെ വള്ളമാണ്, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അപ്പോൾ നാട്ടുകാരെല്ലാം അങ്ങനെ പ്രാകാൻ തുടങ്ങി. ഇങ്ങനെ കൊണ്ട് വലിയ കഷ്ടമായല്ലോ. ഈ വള്ളക്കാരൻ ബാപ്പയൊന്ന് മാറിയിരുന്നെങ്കിൽ നമുക്കൊക്കെ മര്യാദയ്ക്ക് വീട്ടിൽ പോകാമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പ്രാക്ക് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയത്തില്ല, പുള്ളിക്ക് ഭയങ്കര അസുഖം വന്ന് കിടപ്പിലായി. അപ്പോൾ വള്ളക്കാരൻ മോനെ വിളിച്ച് പറഞ്ഞു, മോനെ എടാ, എന്നെ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല, എന്നെ എല്ലാവരും പ്രായിക്കൊണ്ടിരിക്കാം, നീ വേണം എൻ്റെ ചീത്തപ്പേരൊന്ന് മാറ്റാൻ. അപ്പം മോൻ പറഞ്ഞു, ഞാൻ ഏറ്റു ബാപ്പ, ഡോണ്ട് വറി. മോൻ കടത്ത് നടത്തി തുടങ്ങി. അടുത്ത ദിവസം തൊട്ട് മോൻ കടത്ത് നടത്തുമ്പോൾ എന്ത് ചെയ്യും? 4 അടിക്ക് പകരം 8 അടി മാറ്റി നിർത്തി തുടങ്ങി. എല്ലാവരും കാല് നനഞ്ഞ് പോയിക്കൊണ്ടിരുന്നവന്മാർ മുട്ടോളം നനഞ്ഞ് വേണം വീട്ടിൽ പോകാൻ. നാട്ടുകാരൊക്കെ എല്ലാവരും വള്ളക്കാരൻ ബാപ്പയെ പറ്റി പറഞ്ഞു, ബാപ്പ ഉണ്ടായിരുന്നപ്പം എന്ത് നല്ലതായിരുന്നു. അതും ഈ MCയും വള്ളക്കാരനും തമ്മിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനൊരു ബന്ധമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണപരിപാടി കഴിഞ്ഞ ഉടനെ എന്നെ നമ്മുടെ പ്രിയങ്കരനായ MC വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ നല്ല നാണക്കേടായി, മാവേലിയോട് ഇംഗ്ലീഷ് പറഞ്ഞതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചീത്തപ്പേരായി. ഈ ചീത്തപ്പേര് മാറ്റാൻ നീ തന്നെ MC ആയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം MC ആയത്. അതോടുകൂടി നമുക്ക് ആക്ച്വലി നമ്മുടെ ബോണിയെ ഒന്നുകൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹം ഒരു സ്പോർട്സ് അപ്ഡേറ്റ് കൂടെ പറയാനുണ്ട്. ബോണി, ഇഫ് യു ആർ ഹിയർ പ്ലീസ് കം. പിന്നെ വേറൊരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട്. മജു കുരുവിള ഉടൻ തന്നെ ബാക്ക് സ്റ്റേജിൽ എത്തണമെന്ന് പറയുന്നു. മജുവിനെ കണ്ടവരുണ്ടെങ്കിൽ ബാക്ക് സ്റ്റേജിലേക്ക് വിടണം പ്ലീസ്. ബോണി ഈസ് കമ്മിങ് ഫോർ എ സ്പോർട്സ് അപ്ഡേറ്റ്. കഴിഞ്ഞെന്ന് വിചാരിച്ചതാണ്. അനീഷ് മിക്കവാറും എന്നെ സ്റ്റേജിൽ കേട്ടത് എനിക്ക് ഇപ്പോഴാണ് പിടി കിട്ടിയത്. പകുതി കൂവൽ എനിക്ക് കേട്ടോളാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അനീഷ് എന്നെ ഇവിടെ എപ്പോഴും പകുതി സമയത്ത് എന്നെ വിളിക്കുന്നത്. താങ്ക് യു അനീഷ്, യു ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. This is the last one, so announcement. Just wanted to tell you about the upcoming sports event. So
നമുക്ക് KWന്റെ മെൻസ് ടെന്നീസ് ടൂർണമെന്റ് വരുന്നുണ്ട്. മെൻസ് സിംഗിൾസ് ആൻഡ് ഡബിൾസ്, വുമൻസ് സിംഗിൾസ് ആൻഡ് ഡബിൾസ്, which is 24th and 25th next week. So please sign up through KW. And also we'll have a bowling tournament for ladies and men's, and badminton men's and women's singles and doubles. And ചീട്ടുകൾ ഈ വർഷം പെണ്ണുങ്ങൾക്കൂടെ 28 റമ്മി ആണ് 56 ചോദിച്ച് മനസ്സിലാക്കിയതാ. 56 ലേഡീസിന്റെ ടൂർണമെന്റ് കൂടെ നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ സ്പോർട്സ് കമ്മിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത്. പിന്നെ വോളിബോൾ ടൂർണമെന്റ് ലേഡീസിന്റെയും കൂടെ ഞങ്ങളൊന്ന് സ്പോർട്സ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, ലേഡീസിന്റെ വോളിബോൾ ടൂർണമെന്റ്. സോ if you guys are interested in any other sports tournament, you don't have to be good. I mean, this is just a participation and have fun with it. So എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ KW സ്പോർട്സ് കമ്മിറ്റി അറിയിക്കുക, അല്ലെ സെക്രട്ടറി അറിയിക്കുക, and we'll get in touch. If you have any questions, please contact one of us, Suresh Chellappan, Pradeep Chellappan, Sujitra or myself. Thank you so much.